കിഫ്ബിക്ക് അവകാശമില്ല എന്നായി CAG ചൂണ്ടിക്കാണിച്ചിട്ടത്ര. വളരെ വ്യക്തമായ തെളിവ് മസാല ബോണ്ടിന് അനുവാദം കൊടുക്കാനൊക്കെ ഉള്ള ചുമതല RBIക്കാണ്. അവർക്ക് അപേക്ഷ സമർപ്പിച്ച് അവരുടെ അംഗീകാരത്തോടെയാണ് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വ്യക്തമാക്കിയെങ്കിലും അന്വേഷണത്തിന് ഹാജരാവണമെന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് തന്നു. ആ നോട്ടീസിലാവട്ടെ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എൻ്റെ കൈവശമില്ലല്ലോ. അതൊന്നുമല്ല എൻ്റെ എത്രയോ കാലത്തെ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഞാൻ ഡയറക്ടറായിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും വിശദാംശങ്ങൾ, അവരുടെ ആനുവൽ റിപ്പോർട്ടുകൾ, ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ച് ഹൈക്കോടതിയിൽ ഞാൻ ഹർജി കൊടുത്തു. അത് കിട്ടിയപ്പോൾ രേഖകളുടെ എണ്ണം കുറച്ചു, എന്നാലും ഹാജരായി പറ്റും. അപ്പൊ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. എന്നെ എന്തിനാ വിളിപ്പിക്കുന്നത്? അതിൻ്റെ കാരണം പറയണം. കോടതിയും പറഞ്ഞത് വളരെ ന്യായമാണ്. എന്ത് കാരണത്താലാണ് ഇദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്? ഇത്രയും നാളായിട്ട് ആ ഒരു ലളിതമായ ചോദ്യത്തിന് മറുപടി പറയാൻ ഇഡിക്കായിട്ടില്ല. ED കോടതി പറഞ്ഞ പോലെ റോവിംഗ് ഫിഷിംഗ് എക്സ്പെഡീഷനിലാണ് കാടും പടലും തല്ലിയുള്ളൊരു അന്വേഷണം. കാരണം കിഫ്ബി എന്ന് പറഞ്ഞാല് 10,000 കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനമല്ലേ. EDയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. എന്തിനാ വിളിപ്പിക്കണത്? അതുകൊണ്ട് അവർ അന്വേഷണം നിർത്തി. അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നെ വിളിപ്പിക്കാതെ. എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേഷൻ ഡൽഹിയിൽ അവര് ചാർജ് സമർപ്പിച്ചിരിക്കുക. അതിനാണ് ഷോ കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ CEO KM ഇബ്രാഹിമിനും അയച്ചിട്ടുള്ളത്.